ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അനഘയോട് അർച്ചനെ പോലെ തന്നെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്ന ഒരാളായി മാറണമെന്ന് അവന്തിക പറയുകയാണ്. കാലത്തെഴുന്നേറ്റ് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് ആരതി ഒഴിയുന്ന മരുമകളായി മാറണം നീ എന്ന് പറയുമ്പോൾ അനഘ അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കുകയാണ്. എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് അനഘ പറയുമ്പോൾ അവന്തിക പറയുകയാണ്. പിന്നെ അച്ഛൻ്റെ കാര്യം, അച്ഛന് മരുന്നെടുത്ത് കൊടുക്കുകയും കുഴമ്പിടുകയും ഒക്കെ തന്നെ വേണം. പിന്നെ ആ മുറിയിലേക്ക് കയറുമ്പോഴേ എനിക്ക് ഛർദ്ദിക്കാൻ വരും. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പിന്നീട് അവന്തിക പറയുന്നത് എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് ആഹാരം വിളമ്പി കൊടുക്കുന്ന കാര്യമാണ്. തുടർന്ന് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് അനഘ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, നിനക്ക് സന്ദീപിനെ വേണമെങ്കിൽ മാത്രം നീ ഇതൊക്കെ ചെയ്താൽ മതി, അല്ലാത്ത പക്ഷം എനിക്കൊരു നിർബന്ധവുമില്ല. അവസാനം അതിന് സമ്മതിക്കുകയാണ് അനഘ. അതിന്റെ ആദ്യപടി എന്നോണം അനഘ എല്ലാവരെയും ആഹാരം വിളിക്കാനായിട്ട് പോകുന്നു. അതേസമയം സച്ചിയോട് ആതിരയുടെയും സന്ദീപിന്റെയും കാര്യം അർച്ചന പറയാൻ തുടങ്ങുകയായിരുന്നു. അതേസമയം അനഘ വന്ന് അവരെ ആഹാരം കഴിക്കാൻ വിളിക്കുന്നു. അതിനുശേഷം അനഘ സന്ദീപിന്റെ മുറിയിലേക്ക് ചെന്ന് സന്ദീപിന് സ്നേഹയും ആഹാരം കഴിക്കാൻ വിളിക്കുമ്പോൾ സന്ദീപ് പറയുകയാണ്, എനിക്കൊന്നും വേണ്ട. അതെന്താ വേണ്ടാത്തതെന്ന് അനഘ ചോദിക്കുമ്പോൾ വിശപ്പില്ലെന്ന് സന്ദീപ് പറയുന്നു. അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് അനഘ സന്ദീപിന്റെ കയ്യിൽ പിടിച്ച് താഴേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഡൈനിങ് ടേബിളിന്റെ അടുത്ത് നിൽക്കുന്ന മീരയെയും സ്നേഹയും അർച്ചനയുമാണ്. മീര അർച്ചനയോട് പറയുകയാണ്, ഇതെല്ലാം എടുത്തു വെച്ചത് അനഘയാണ്. എന്നെയും അമ്പിളിയും ഒന്ന് തൊടാൻ പോലും അവൾ അനുവദിച്ചില്ല. അങ്ങനെ അനഘ എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. ഏട്ടത്തിയെ കണ്ടില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അത് ശരിയാണല്ലോ, ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അനഘ അകത്തേക്ക് പോകുന്നു. ഇവൾ ഇന്നിത്തിരി അല്പം ഓവറാണല്ലോ എന്ന് സ്നേഹ പറയുമ്പോൾ മിണ്ടാതിരിക്കാൻ പറയുകയാണ് അർച്ചന. അതേസമയം ആതിരയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് സന്ദീപ്. ഇത് കാണുന്ന സച്ചി പറയുകയാണ്, ആഹാരം കഴിക്കുന്ന സമയത്തെങ്കിലും അതൊന്നെടുത്ത് മാറ്റിവെക്ക് സന്ദീപ്. അങ്ങനെ അനഘ അവന്തികയെ കൊണ്ടുവന്നിരുത്തി ആഹാരം വിളമ്പി കൊടുക്കുകയാണ്. ഞാൻ പോയി അച്ഛനെ വിളിച്ചിട്ട് വരാമെന്ന് അച്ഛനെ പറയുമ്പോൾ വേണ്ട, ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അനഘ സേതുവിന്റെ മുറിയിലേക്ക് പോകുന്നു. അതേസമയം സേതു പുറത്തേക്ക് വരുമ്പോൾ അങ്കിളിന്റെ കഞ്ഞിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അനഘ കഞ്ഞി വിളമ്പി കൊടുക്കുകയാണ്. അനഘ പ്ലേറ്റിലേക്ക് കഞ്ഞി എടുക്കാൻ പോകുമ്പോൾ സ്നേഹ പറയുകയാണ്, അതിലല്ല അനഘയെ കഞ്ഞി വിളമ്പുന്നത്. അങ്ങനെ അനഘ സേതുവിന് കഞ്ഞി കൊടുത്തു കഴിയുമ്പോൾ ചമ്മന്തി എടുക്കാനൊരുങ്ങുമ്പോൾ അത് സേതുവിന്റെ ദേഹത്തേക്ക് വീഴുകയാണ്. തുടർന്ന് മീര സന്ദീപിന് കറി കൊടുക്കാൻ പോകുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് മീരയുടെ കയ്യിൽ നിന്നും അനഘ പാത്രം വാങ്ങാൻ ശ്രമിക്കുന്നു. അതേസമയം പാത്രത്തിൽ നിന്നും കറിയെല്ലാം തെറിച്ച് സേതുവിന്റെ മേത്തേക്ക് വീഴുകയാണ്. തുടർന്ന് ഒന്നും മിണ്ടാതെ സന്ദീപ് തന്റെ മുറിയിലേക്ക് പോകുന്നു. ഇവനിതെന്ത് പറ്റിയെന്ന് സേതു ചോദിക്കുമ്പോൾ എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്. അതേസമയം മുറിയിൽ ചെന്ന് ആതിരയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് സന്ദീപ്. തുടർന്ന് സ്നേഹ സന്ദീപിന്റെ മുറിയിലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താ പ്രശ്നം? കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നല്ല ടെൻഷനുമുണ്ട്, ഫോൺ വിളിയും, എന്താ കാര്യം? അത് പിന്നെ എൻ്റെ ഒരു സുഹൃത്തിനെ ഇന്നലെ മുതൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇത് കേൾക്കുന്ന സ്നേഹ പറയുകയാണ്, അതാണോ കാര്യം? ആ സുഹൃത്ത് ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. ഈ ഫ്രണ്ട് ഒരു പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ പെൺകുട്ടിയാണെന്നും ആള് ഒരു പ്രേമത്തിലൊക്കെ അകപ്പെട്ട് ആകെ സീനായിട്ടിരിക്കുകയായിരുന്നെന്നും സന്ദീപ് പറയുന്നു. സന്ദീപ് ഏട്ടൻ ഒരു കാര്യം ചെയ്, നാളെ ഒന്നുകൂടി വിളിച്ചു നോക്ക്. അപ്പോഴും കിട്ടിയില്ലെങ്കിൽ നേരെ ആ പെങ്കുച്ചിന്റെ വീട്ടിൽ ചെന്ന് കാര്യം തിരക്ക്. ഇനി എന്തെങ്കിലും വിഷാദരോഗം അടിച്ചിരിക്കുകയാണെന്ന് അറിയില്ലല്ലോ. ഇനി എന്തെങ്കിലും കടുങ്കൈ വല്ലതും ചെയ്തു കാണുമോ? അല്ല, അങ്ങനെ ഉണ്ടാകുമെന്നല്ല, മനുഷ്യരുടെ കാര്യമല്ലേ, അതാ ഞാൻ പറഞ്ഞതെന്ന് സ്നേഹ പറയുന്നു. വീട്ടിൽ വല്ലോ പ്രശ്നവുമുണ്ടായി സൂയിസൈഡ് അറ്റംപ്റ്റ് വല്ലോ നടത്തിയിട്ടുണ്ടെങ്കിലോ? എന്താണെങ്കിലും നാളെ ആകട്ടെ, ഏട്ടൻ എന്താണെങ്കിലും അവിടെ പോയി ആ കൊച്ചിനെ ഒന്ന് കാണാൻ സന്ദീപിനോട് സ്നേഹ പറയുകയാണ്. അതേസമയം ടെൻഷനോടെ നിൽക്കുകയാണ് സന്ദീപ്. പിന്നീട് കാണിക്കുന്നത് മീരയും ആവണിമോളും കൂടി അനഘയുടെ മുറിയിൽ കിടക്കുന്നതാണ്. അതേസമയം മുറിയിലേക്ക് വരുന്ന അനഘ അവരെ കാണുന്നു. നിങ്ങളോടാരാ ഈ മുറി കിടക്കാൻ പറഞ്ഞത്? ഇറങ്ങിപ്പോകാനായിട്ട് അനഘ പറയുമ്പോൾ മീര പറയുകയാണ്, ഞങ്ങള് സേതു സാറിനോടും അവന്തിക മേഡത്തിനോടും ഒക്കെ തന്നെ ചോദിച്ചിട്ടാ കിടന്നത്. പിന്നെ നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കിടക്കാം, ഇല്ലെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അനഘ നേരെ അവന്തികയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എല്ലാവർക്കും എന്തു പറ്റി? ഞാൻ എൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ ആ മീരയും ആ കൊച്ചും കൂടി അവിടെ കയറി കിടക്കുന്നു. അവരോട് ആരാ എൻ്റെ മുറി കയറി കിടക്കാൻ പറഞ്ഞതെന്ന് അനഘ ചോദിക്കുമ്പോൾ അവരോട് ഗസ്റ്റ് റൂമിൽ കിടക്കാനാണല്ലോ പറഞ്ഞതെന്ന് അവന്തിക പറയുന്നു. എങ്കിലേ അവരവിടെയില്ല, എൻ്റെ ബെഡില്ല. എങ്കിലൊരു കാര്യം ചെയ്, നീ പോയി ഗസ്റ്റ് റൂമിൽ കിടക്കാൻ നോക്ക്. കുറച്ച് ദിവസത്തെ കാര്യം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം മോളെ എന്ന് അവന്തിക പറയുകയാണ്. ഇത് കേട്ട് ദേഷ്യത്തോടെ അവന്തികയെ നോക്കുകയാണ് അനഘ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നൈൻസ് ക്രിയേഷൻസ്.